ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും കാര്യത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. ഇരുവർക്കും എതിരെ പാർട്ടി നടപടി ഉടൻ ഉണ്ടാകില്ല. കേസിൽ കുറ്റപത്രം വന്ന ശേഷം നടപടിയെന്നാണ് പാർട്ടി നിലപാട്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങൾ വേണ്ട. മാർഷൽ, ഇപ്പോഴും ശബരിമല അങ്ങനെ ഒരു വിഷയമായിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പുറമേക്ക് കാര്യങ്ങൾ നേതാക്കൾ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം വന്നാൽ മാത്രം പത്മകുമാറിനെതിരായ നടപടി. ജില്ലാ ഘടകങ്ങളിലൊക്കെ ഈ പ്രതിരോധിച്ചു നിന്നത് ഒരു വലിയ തിരിച്ചടിയായെന്ന വിലയിരുത്തലിലും അതിനെ തള്ളിക്കളയുകയാണ് പാർട്ടി. അമിതാത്മവിശ്വാസം എന്നത് മാത്രമായിരുന്നോ യഥാർത്ഥത്തിൽ തദ്ദേശത്തിലെ ഈ തിരിച്ചടിക്ക് കാരണം എന്നാണ് CPM വിലയിരുത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തിരിച്ചടിയായെന്ന് തന്നെ CPM സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അത് പരസ്യമായി പറയുവാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറില്ല എന്ന് മാത്രം. കാരണം 14 ജില്ലാ കമ്മിറ്റികളും നൽകിയ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടാണ് സംസ്ഥാന സമിതി യോഗം ചേർന്നത് കഴിഞ്ഞ 2 ദിവസമായി. ആ യോഗത്തിനൊടുവിൽ തീരുമാനമെടുത്തത് സ്വാഭാവികമായിട്ടും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കള്ളപ്രചാരണ വേലയോടുകൂടി BJPയും UDFും പ്രചരിപ്പിച്ചപ്പോൾ അതിനെ തടയുന്നതിൽ പാർട്ടി താഴെത്തട്ടിലുള്ളവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ നടപടി എടുക്കാതിരുന്നത് പ്രധാനമായും തിരിച്ചടിയായോ എന്നുള്ള ചോദ്യത്തിന് അത് തിരിച്ചടിയായിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തുന്നത്. എന്നാൽ അത്തരമൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മാധ്യമങ്ങൾ അത് പറഞ്ഞ് പ്രചരണം നടത്തുമായിരുന്നു. കാരണം പാർട്ടി സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾക്ക് പങ്ക് എന്നുള്ളത് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമായി മാറും എന്നുള്ളതാണ്. എന്നാൽ ജാഗ്രത കുറവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നവർ പ്രവർത്തിക്കേണ്ട രീതിയിലുള്ള ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതിനകത്ത് നടപടി വേണോ എന്നുള്ള കാര്യം പരിശോധിക്കും. അതെല്ലാം കുറ്റപത്രം വന്നതിന് ശേഷമായിരിക്കും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി CPM വിലയിരുത്തുന്നത് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് ജയിക്കാൻ സാധിക്കും. ആ ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരായ വിധത്തിലുള്ള പ്രവർത്തനം നടത്തുവാൻ വേണ്ടി സാധിച്ചില്ല. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിലുള്ള പ്രചാരണ വേലയിൽ വീഴ്ച സംഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരാജയം സംഭവിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ BJPക്കും UDFിനും എതിരെയുമുള്ള പ്രചരണം നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം CPM സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് പ്രധാനമായും വർഗീയ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് UDFും BJPയും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലേക്ക് വർഗീയത തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അതിൽ BJP ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട് UDF ന്യൂനപക്ഷ തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളുണ്ട്. ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രചരണവുമായിട്ട് ഇനിയും വരുന്ന മാസങ്ങളിൽ, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ CPMന്റെ പ്രചരണം ആരംഭിക്കും. LDFന്റെ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നുമാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നത്. ശരി. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. തോറ്റത് അമിതാത്മവിശ്വാസം കൊണ്ട് ചിലയിടങ്ങളിൽ പ്രവർത്തനത്തിൽ ഒരു പാകപ്പിഴയുണ്ടായി. പക്ഷേ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. എം പത്മകുമാറിനെതിരെയൊക്കെ ഉള്ള നടപടി അത് കുറ്റപത്രം വന്ന ശേഷം മാത്രം നടപടി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് MV ഗോവിന്ദൻ. മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.